रे जय जय माता जय जय माता संतोषी माता की सरस्वती माता की संतोषी माता की मूर्ति माता की माता की जय जय माता जय जय माता माता माता. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വർഷപൂജ ചടങ്ങാണ്. അതായത് ഓൾറെഡി നമ്മൾ അറിയാം വർഷപൂജ ചടങ്ങ് എന്താണെന്നുള്ളത് നമ്മൾ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അതെന്താണെന്ന് അറിയാത്തവർ നമ്മുടെ മുന്നേ ഉള്ള വീഡിയോസ് കാണുക. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ ചടങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ കാലിക്കറ്റുള്ള സുസ്മിയുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. സുസ്മിയുടെ മകളായ സോഫിയയുടെ ഒരു വർഷപൂജ ചടങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം സുസ്മിയാണ് പച്ച സൈഡത്തെ കാണുന്നുണ്ട്. സുസ്മിയുടെ മകളാണ് സോഫിയ. സുസ്മിയുടെ മകള് ഈ വർഷപൂജേൻ്റെ സ്റ്റാർട്ടിങ്ങുള്ള ഒരു റിച്വൽ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലച്ച കെട്ടുന്ന ചടങ്ങാണിത്. പൂജയൊക്കെ ചെയ്തതിന് ശേഷം ലച്ചൊക്കെ കെട്ടി അപ്പം നമ്മൾ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പല ജില്ലകളിലുള്ള പല കുടുംബങ്ങളിലുള്ള പല പരിപാടികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൂടി നമ്മുടെ സുസ്മിയുടെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയകാല കമ്മ്യൂണിറ്റികളിൽ ഒരുപാട് ആളുകൾ ഈ സുസ്മിയുടെ പരിപാടിയായിട്ട് സഹകരിക്കുന്ന ഒരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ പഴയകാല കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് സുസ്മി. അത്തരത്തിലുള്ള ആളുകളുടെ ദൃശ്യതയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചൊരു വ്യക്തി കൂടിയാണ് സുസ്മി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സുസ്മിയുടെ ഈ പരിപാടിക്കൊക്കെ പ്രത്യേകിച്ച് ഈ പഴയകാല കമ്മ്യൂണിറ്റികൾ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ അന്നത്തെ ഡാൻസ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അത് നമ്മളെ സംബന്ധിച്ചൊക്കെ നല്ലൊരു ദൃശ്യ വിസ്മയം തന്നെയായിരിക്കും നമുക്ക് കാണികളെ സംബന്ധിച്ച്. വർഷപൂജയിൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. നമ്മൾ ഓരോ കുടുംബങ്ങളായിട്ടായിരിക്കും അധികം ട്രാൻസ്ജെൻഡേഴ്സ് നിൽക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ കുടുംബങ്ങൾ സുസ്മി പരിവാറിന് ഗിഫ്റ്റുകളും മറ്റും നൽകുന്ന ഒരു സെഷനാണുള്ളത്. അപ്പോൾ അതിന് തമിഴ്നാട്ടിൽ നിന്ന് ആളുകളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ കേരളത്തിലുള്ള കുടുംബങ്ങളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇൻഡിവിജ്വലായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ എന്താ പറയുക ആ രീതിയിൽ ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉപഹാരങ്ങളൊക്കെ നൽകി ആ കുട്ടിയെ അനുഗ്രഹിക്കുന്നൊരു അനാമിക പരിവാർ കൊട്ടിച്ചോളൂ അങ്ങനെ സുസ്മിൻ്റെ ഫാമിലിയാണ്, സുസ്മി ഹസ്ബൻഡുമാണുള്ളത്. പിന്നെ ഈ ജാസ്മിൻ ഇപ്പോൾ ഡാൻസ് കളിക്കുന്നതാണ്. ജാസ്മിൻ നമ്മൾ കോഴിക്കോടുകാരെ പരിപാടിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ജാസ്മിൻ്റെ ഡാൻസും കാര്യങ്ങളെല്ലാം. പിന്നെ അതേപോലെ പ്രോഗ്രാമിന് ആങ്കറായിട്ടുണ്ടായിരുന്ന വൈകിയ കാല് ഫ്രാക്ചറായിട്ട് കിടക്കുകയെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും ആൾ ഫുൾ ആക്റ്റീവായിരുന്നു. പ്രോഗ്രാമിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ആങ്കറിങ് വൈകിയായിരുന്നു ഏറ്റിട്ടുണ്ടായിരുന്നത്. വർഷങ്ങളായിട്ട് കൊച്ചി മെട്രോയിൽ ജോലി ചെയ്യുന്നുണ്ട് രാവിലെ. ഒരു കയ്യടി കൊടുക്കാം കേട്ടോ ഇത്രയും പേർക്ക്. കാരണം ഇവിടേക്ക് അണ്ടറിലാണ് ഓരോ ട്രാൻസും വളർന്നു വരുന്നത്.
പുതിയ ട്രാൻസിന് അല്ലെങ്കിൽ പുതിയ ക്യൂർ കമ്മ്യൂണിറ്റിക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇവരാണ്. അടുത്തതായിട്ട് അലീന. அப்புறம் சாரா, சோபியா, நானா. സുസ്മി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ഫംഗ്ഷനും ഇത്രമാത്രം ഒരു വണ്ടർഫുള്ളാണ്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രോഗ്രാമിൻ്റെ അവസാനത്തേക്കൊക്കെ ആയ സമയത്തേക്ക് തന്നെ എല്ലാവരും തന്നെ മതി മറന്ന ഒരു ആഘോഷം തന്നെയായിരുന്നു. ആടിയും പാടിയും തന്നെ എല്ലാവരും എല്ലാ വിഷമങ്ങളൊക്കെ മറന്ന് നമ്മൾ അതിമനോഹരമായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം എൻജോയ് ചെയ്യേണ്ടത്. എല്ലാ ദീപ്തി മമ്മീൻ്റെ സൂപ്പർ ഡാൻസ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ എല്ലാ ആളുകളും സ്റ്റേജിൽ കയറിയിട്ടും അവിടെ ഫുള്ള് ഡാൻസും പാട്ടും ഭയങ്കര ഒരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാ പ്രശ്നങ്ങളും മതിമറന്ന് നമ്മൾ അതൊക്കെ മറന്ന് മാറ്റി വെച്ച് നമ്മളെല്ലാം ഒന്നായി നമ്മൾ ആ ഒരു ഇവൻറ്റ് നമ്മൾ മനോഹരമാക്കി തന്നെയായിരുന്നു നമ്മൾ ആ പ്രോഗ്രാം അതിൻ്റെ പേര്.